അങ്ങനെ സുമതി വളവ് എന്ന സിനിമ കണ്ടു. ഒരു ഹൊറർ കോമഡി മൂവിയാണ്. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ സിനിമയിലെ ഹൊറർ കോമഡി എന്ന് പറഞ്ഞിട്ട് ഹൊറർ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് വർക്കായി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഹൊറർ അവർ മറന്നു. കോമഡി എന്ന് പറയാനായിട്ട് വൻ കോമഡി സംഭവങ്ങളായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു ലൈറ്റ് ഹ്യൂമർ ആയിട്ട് ഫിലിം ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ ആ സുമതി വളവ്, ആ സുമതി എന്ന് പറയുന്ന യക്ഷി, അതിന്റെ ബാക്ക് സ്റ്റോറി, പിന്നെ ആ സുമതി വളവിൽ നടക്കുന്ന ഇൻസിഡന്റ് ഒക്കെ കാണിക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോസിറ്റീവായിട്ട് പറയേണ്ടത് ആ ഹൊറർ എലമെന്റും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ജംപ് സ്കെയർ സീനൊന്നും ഇല്ലായിരുന്നെങ്കിലും ആ ഒരു ഫീല്, ആ ഹൊറർ ഫീല് ശരിക്കും തിയേറ്ററിൽ കിട്ടുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഫിലിം സുമതിനെയും ആ സുമതി വളവിനെയൊക്കെ മറന്നിട്ട് വേറൊരു ലവ് സ്റ്റോറിയിലേക്ക് മാറി. അത് പിന്നെ ആ ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ക്ലൈമാക്സിൽ വരുമ്പോഴാണ് ഈ ഒരു സുമതി വളവിലേക്ക് വീണ്ടും സിനിമ വരുന്നത്. അപ്പൊ അത്ര നേരം വളവും കാര്യങ്ങളും ഒന്നും ഇല്ല സിനിമയിൽ. അപ്പൊ ആ ഒരു സെക്കൻഡ് ഹാഫ് വൻ ഷോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗും ആയിരുന്നു, ഒരുപാട് പാട്ടുകൾ. അപ്പോൾ ആവശ്യമുള്ളിടത്തും അനാവശ്യത്തിനും എല്ലാത്തിനും പാട്ടുകളൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടം കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു ഈ സുമതി വളവ് എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ. വിഷ്ണു ശശിശങ്കറാണ് ഈ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. അഭിലാഷ് പിള്ളയാണ് ഇതിന്റെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്. ഒരുപാട് നൈറ്റ് ഷോട്ടുകളും സീനുകളൊക്കെ ഉണ്ട് ഫിലിമിൽ. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിങ്ങും ആ ഒരു പിക്ചറൈസേഷനും കാര്യങ്ങളൊക്കെ, പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും ഓക്കെ ആയിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് വാച്ചബിൾ മൂവി ആയിട്ടാണ് സുമതി വളവ് എനിക്ക് അനുഭവപ്പെട്ടത്.